ശത്രുവിന് ധൈര്യമുണ്ടെങ്കിൽ കടന്നു വരാം, പക്ഷേ വന്നതുപോലെ തിരിച്ചു പോകാൻ കഴിയില്ല. മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളെ കാത്തിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ ഒരു പുതിയ ആധുനിക ചക്രവ്യൂഹമാണ്. ഇന്ത്യയുടെ ഈ പുതിയ AI കോട്ട കണ്ടാൽ ശത്രുക്കൾ ഒന്നല്ല 100 വട്ടം വിറയ്ക്കും. കാരണം 100 കണക്കിന് ഡ്രോണുകൾ ഒരേ സമയം അതിർത്തി കടന്നെത്തിയാലും അതിൽ ഒറ്റ ഡ്രോൺ പോലും ലക്ഷ്യം കാണില്ല എന്ന് ഇന്ത്യൻ വ്യോമസേന ഉറപ്പിച്ചിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഇന്ത്യൻ വ്യോമസേന ഒരുക്കുന്ന പുതിയ ത്രിതല ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ പ്രതിരോധ മേഖലയിലെ ചൂടേറിയ ചർച്ചാ വിഷയം. പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം 3 തട്ടുകളിലായിട്ടാണ് ശത്രുവിന്റെ ഡ്രോണുകളെ നേരിടുക. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോഞ്ച് ആൻഡ് ഫോർഗറ്റ് ഇന്റർസെപ്റ്റർ ഡ്രോണുകളാണ്. അതായത് പൈലറ്റോ മനുഷ്യ സഹായമോ ഇല്ലാതെ തന്നെ സെൻസറുകളുടെയും ഓട്ടോമേറ്റഡ് ഗൈഡൻസ് അൽഗോരിതങ്ങളുടെയും സഹായത്തോടെ ശത്രുവിനെ തനിയെ പിന്തുടർന്ന് നശിപ്പിക്കാൻ ഇതിന് കഴിയും. വ്യത്യസ്ത ഉയരത്തിലും ദൂരത്തിലും എത്തുന്ന ശത്രു ഡ്രോണുകളെ തകർക്കാൻ 3 ഘട്ടങ്ങളുള്ള ഈ സുരക്ഷാ വലയം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത് യുദ്ധമുഖത്തെ സൈനികർക്ക് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഒരു സംവിധാനമാണ്. 1000 മീറ്റർ ഉയരത്തിലും 5 കിലോമീറ്റർ ദൂരത്തിലുമുള്ള ഡ്രോണുകളെ ഇവ നേരിടും. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ രണ്ടാമത്തെ തട്ടിൽ വാഹനങ്ങളിൽ ഘടിപ്പിച്ച മൊബൈൽ സംവിധാനങ്ങൾ കാത്തിരിപ്പുണ്ടാകും. 5000 മീറ്റർ ഉയരത്തിലും 10 കിലോമീറ്റർ ദൂരത്തിലുമുള്ള ശത്രുക്കളെ ഒരേ സമയം ഒന്നിലധികം ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് ഇത് തകർക്കും. ഇനി അതും കഴിഞ്ഞ് വരുന്നവയെ നേരിടാൻ 7000 മീറ്റർ ഉയരത്തിലും 25 കിലോമീറ്റർ ദൂരപരിധിയിലുമുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ ഹബ്ബുമുണ്ട്. എല്ലാ ഇന്റർസെപ്റ്ററുകളെയും ഏകോപിപ്പിക്കുന്ന ഇത് കൂടിയാകുമ്പോൾ ഈ 3 കടമ്പകളും കടന്ന് ഒരു ഡ്രോണും ഇന്ത്യയിലേക്ക് കയറില്ല എന്ന് ചുരുക്കം. പെട്ടെന്ന് എന്തിനാണ് വ്യോമസേന ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതിന്റെ ഉത്തരം കിടക്കുന്നത് കഴിഞ്ഞ വർഷം, അതായത് 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിലാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ തീവ്രമായിട്ടുള്ള ആ ഓപ്പറേഷൻ സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം ഇന്ത്യ നേരിട്ടിരുന്നു. എല്ലാം ഇന്ത്യയുടെ സിവിലിയൻ മേഖലകളെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു. നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനം അന്ന് അവയെല്ലാം വിജയകരമായി തകർത്തെറിഞ്ഞുവെങ്കിലും വില കുറഞ്ഞ ആ ചെറിയ ഡ്രോണുകളെ തകർക്കാൻ കോടികൾ വിലയുള്ള നമ്മുടെ വലിയ മിസൈലുകൾ വിടുന്നത് പ്രായോഗികമല്ല എന്ന് സൈന്യം വിലയിരുത്തി. ഭാവിയിൽ ഡ്രോൺ ഭീഷണികളെ കൂടുതൽ ആധുനികവും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള രീതിയിൽ നേരിടാൻ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം വേണമായിരുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ AI ചക്രവ്യൂഹത്തിൽ എത്തി നിൽക്കുന്നത്. ഗുജറാത്തിലെ ഗാന്ധിനഗർ ആസ്ഥാനമായിട്ടുള്ള സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് SWAC ആണ് ഈ ഒരു വമ്പൻ പദ്ധതിക്കായി ഇന്ത്യൻ നിർമ്മാതാക്കളിൽ നിന്ന് താല്പര്യപത്രം ക്ഷണിച്ചിരിക്കുന്നത്. ഒപ്പം ഗാന്ധിനഗറിലെ റീജിയണൽ എയറോസ്പേസ് ഇന്നോവേഷൻ ഡിവിഷനും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇതിലെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് 100% തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ സംവിധാനങ്ങൾ ഇന്ത്യ വികസിപ്പിക്കുന്നത് എന്നതാണ്. അതായത് ഇത് പൂർണ്ണമായിട്ടും മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഒരു വിദേശ സഹായവും നമ്മൾ ഇതിൽ ആശ്രയിക്കുന്നില്ല. ചുരുക്കത്തിൽ വില കുറഞ്ഞ ഡ്രോണുകൾ കൂട്ടത്തോടെ അയച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കാമെന്ന് കരുതിയ പാകിസ്ഥാന് സ്വന്തം കുഴി തോണ്ടിയ അവസ്ഥയാണ് ഇപ്പോൾ. ഇന്ത്യയുടെ ഈ ഒരു പുതിയ ത്രിതല AI സംവിധാനം അതിർത്തിയിലെ യുദ്ധ നിയമങ്ങൾ തന്നെ മാറ്റിമറിക്കുകയാണ്. സൈനികരുടെ ജീവൻ പണയം വെക്കാതെ തന്നെ യന്ത്രങ്ങളെ ഉപയോഗിച്ച് ശത്രുവിനെ വേട്ടയാടുന്ന ഈ ഡിജിറ്റൽ ചക്രവ്യൂഹത്തിലേക്ക് പാകിസ്ഥാൻ വിടുന്ന ഡ്രോണുകൾക്ക് ഇനി ആകാശത്ത് വെച്ച് തന്നെ ശവപ്പറമ്പൊരുങ്ങുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.